ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തെർമോഡൈനാമിക് പ്രോസസ്സസ് ആണ്. പ്രോസസ്സ് എന്താണെന്ന് നമ്മൾ കണ്ടു. ഒരു സിസ്റ്റം ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ അവിടെ ഒരു പ്രോസസ്സ് നടന്നു എന്ന് നമ്മൾ പറയും. അതായത് ഒരു സിസ്റ്റം ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ അവിടെ ഒരു പ്രോസസ്സ് നടന്നു എന്ന് നമ്മൾ പറയും. ഈ തെർമോഡൈനാമിക് പ്രോസസ്സസ് ഒരുപാടുണ്ട്. ഈ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന 4 അതിൽ കൂടാതെ വേറെ ഒരുപാടുണ്ട്. പക്ഷേ നമ്മുടെ ഈ സബ്ജക്റ്റിൽ ഈ 4th മോഡ്യൂൾ പഠിക്കാനായിട്ട് നമുക്ക് ഈ 4 ബേസ് ആയിട്ടുള്ള തെർമോഡൈനാമിക് പ്രോസസ്സിനെ പറ്റി മാത്രം പഠിച്ചാൽ മതി. അതുകൊണ്ട് ഈ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഈ 4 പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യും. ഈ പ്രോസസ്സ് എന്താണ്, ആക്ച്വലായിട്ട് അവിടെ നടക്കുന്നത് എന്താണ് എന്ന് നമ്മൾ പഠിക്കും. അതിൻ്റെ കൂടെ ഒരു PV ഡയഗ്രാം അല്ലെങ്കിൽ TS ഡയഗ്രാം. TS ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ എൻട്രോപ്പി ഡയഗ്രാം. PV ഡയഗ്രാം എന്ന് പറഞ്ഞാൽ പ്രഷർ വോളിയം ഡയഗ്രാം. അപ്പോൾ ഈ PV അല്ലെങ്കിൽ TS ഡയഗ്രാം നമ്മൾ കാണും. അതുകൂടാതെ തന്നെ ഈ 4 കാര്യങ്ങൾ, ഈ പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ റിലേഷൻഷിപ്പ്, പിന്നെ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി, വർക്ക് ഡൺ, ഹീറ്റ് സപ്ലൈഡ്, ഈ 4 ഫാക്ടേഴ്സിൻ്റെയും ഇക്വേഷൻസ് ഉണ്ട്. ആ ഇക്വേഷൻസും കൂടെ നമ്മൾ പഠിക്കും. ആ ഇക്വേഷൻസ് നമ്മൾ കാണാതെ പഠിക്കേണ്ടതാണ്. അതും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രോബ്ലംസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ ഓട്ടോ സൈക്കിൾ, കാർനോട്ട് സൈക്കിൾ, ഡീസൽ സൈക്കിളിൻ്റെ എല്ലാം പ്രോബ്ലംസ് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ഇക്വേഷൻ, ഈ 4 ഫാക്ടേഴ്സിൻ്റെ ഇക്വേഷൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം ഓരോ പ്രോസസ്സിൻ്റെയും. അതുകൊണ്ട് ആ ഇക്വേഷൻസ് കൂടെ നമ്മൾ നോക്കും. ആ ഇക്വേഷൻസ് എല്ലാം കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. ചിലതെല്ലാം നമുക്ക് ഈ പ്രോസസ്സ് എൻ്റെ വർക്കിംഗ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ അതിൽ നിന്ന് തന്നെ നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ മിക്ക ഇക്വേഷൻസും. ചില ഇക്വേഷൻസ് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കണം. പക്ഷേ ഡിറൈവ് ചെയ്യുന്ന ആ ഒരു സംഭവം നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഡെറിവേഷൻസ് നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ ടോപ്പിക്കൊന്നും സിലബസിലില്ല. കഴിഞ്ഞ സിലബസിലാണെങ്കിൽ ഇതെല്ലാം ഇൻക്ലൂഡഡ് ആയിരുന്നു. ഈ ഫാക്ടേഴ്സ് എല്ലാം ഡിറൈവ് ചെയ്തെടുക്കുന്ന അതും കൂടെ ഡെറിവേഷനും കൂടെ സിലബസിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു. പക്ഷേ നിങ്ങൾക്ക് ഈ ടോപ്പിക്സ് മൊത്തം എടുത്ത് റിമൂവ് ചെയ്തു. അതുകൊണ്ട് ഡെറിവേഷൻസ് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഫൈനൽ ഇക്വേഷൻസ് മാത്രം പഠിച്ചാൽ മതി. ഇത് തന്നെ നിങ്ങൾ ആൾറെഡി +2 പഠിച്ചു കാണും. +1 അല്ലെങ്കിൽ +2 നിങ്ങൾ പഠിച്ചത് തന്നെയായിരിക്കും. അപ്പോൾ ആ ഇക്വേഷൻസ് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഈ 4 പ്രോസസ്സിനെ പറ്റി പഠിക്കും. അതിൻ്റെ കൂടെ അതിൻ്റെ PV TS ഡയഗ്രാംസ് ഒന്ന് നോക്കും. പിന്നെ ഈ 4 ഫാക്ടേഴ്സിൻ്റെ ഇക്വേഷൻസ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ വീഡിയോയിൽ നമ്മൾ ആദ്യത്തെ 2 പ്രോസസ്സ് എന്തൊക്കെയാണ് നമ്മൾ നോക്കും. ഇപ്പോൾ തെർമോഡൈനാമിക് പ്രോസസ്സ് ആദ്യത്തേത് കോൺസ്റ്റൻറ്റ് വോളിയം അല്ലെങ്കിൽ ഐസോകോറിക് പ്രോസസ്സ്. ഈ കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സിനെ ഐസോകോറിക് പ്രോസസ്സ് എന്നും പറയും. ഈ പ്രോസസ്സ് എന്താ പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് വോളിയം, അതായത് കോൺസ്റ്റൻറ്റ് വോളിയത്തിലായിരിക്കും ഗ്യാസിനെ ചൂടാക്കുന്നത്, ഹീറ്റ് സപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഒരു ഗ്യാസിലേക്ക് ഹീറ്റ് സപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കോൺസ്റ്റൻറ്റ് വോളിയത്തിലായിരിക്കും. നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ m കിലോഗ്രാം ഓഫ് ഗ്യാസിനെ എടുക്കുന്നു എന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. 1 കിലോഗ്രാം ഗ്യാസ് അല്ല, m കിലോഗ്രാം ഓഫ് ഗ്യാസിനെ നമ്മളെടുത്ത് ഹീറ്റ് സപ്ലൈ ചെയ്ത് കൊടുക്കുന്നു, അതായത് ചൂടാക്കുന്നു. അപ്പോൾ ചൂടാക്കുന്ന സമയത്ത് അത് ഒരു സ്റ്റേറ്റിൽ നിന്ന്, അതായത് ഇനിഷ്യൽ സ്റ്റേറ്റിൽ നിന്ന് ഹീറ്റ് സപ്ലൈ ചെയ്ത് കൊടുത്ത് കഴിയുമ്പോഴേക്കും മറ്റൊരു സ്റ്റേറ്റിലേക്ക് അത് ചേഞ്ച് ആവും. അപ്പോൾ ആ സമയത്ത് എന്തൊക്കെ ഫാക്ടേഴ്സ് അവിടെ ചേഞ്ചായി, എന്തൊക്കെ തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ് അവിടെ ചേഞ്ചായി എന്നാണ് നമുക്ക് പഠിക്കേണ്ടത്. അപ്പോൾ ഈ കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ കോൺസ്റ്റൻറ്റ് വോളിയം എന്നുള്ളത് കൊണ്ടാണ് ഇവിടുത്തെ ഈ പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെൻറ്റിൽ ഈ പിസ്റ്റനെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ അകത്താണ് m കിലോഗ്രാം ഓഫ് ഗ്യാസ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് പുറത്ത് നിന്ന് ഹീറ്റ് സപ്ലൈ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഹീറ്റ് സപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ ഹീറ്റ് എനർജി ഇതിലേക്ക് ഗ്യാസിലേക്ക് ട്രാൻസ്ഫർ ആവുകയും അത് എക്സ്പാൻഡ് ആവുകയും ചെയ്യും. പക്ഷേ എക്സ്പാൻഡ് ആയാലും ഈ ഒരു പിസ്റ്റൺ ഇവിടെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, മൂവ് ചെയ്യാൻ പറ്റാതെ. അതുകൊണ്ട് തന്നെ വോളിയം ചേഞ്ച് വരുന്നില്ല, പിസ്റ്റനെ മുകളിലോട്ട് പുഷ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ അത് കാരണം ഇതിൻ്റെ അകത്തുള്ള പ്രഷർ ഇൻക്രീസ് ചെയ്യും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെ PV ഡയഗ്രാമത്തിൽ ഇങ്ങനെ നമുക്ക് പ്ലോട്ട് ചെയ്യാൻ സാധിക്കും. PV ഡയഗ്രാം എന്ന് പറഞ്ഞാൽ പ്രഷർ വോളിയം ഡയഗ്രാം. ഇതിൽ ശ്രദ്ധിക്കുക, Y ആക്സിസിൽ പ്രഷറും X ആക്സിസിൽ വോളിയവുമാണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ഈ കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സിനെ PV ഡയഗ്രാമിൽ ഇങ്ങനെ വെർട്ടിക്കൽ ലൈനായിട്ടാണ് ആ പ്രോസസ്സിനെ നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത്. ഈ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് 1, ഇതാണ് സ്റ്റേറ്റ് 1, ഈ പോയിൻ്റാണ് സ്റ്റേറ്റ് 1, ഈ പോയിൻ്റാണ് സ്റ്റേറ്റ് 2. സ്റ്റേറ്റ് 1 എന്ന് ഉദ്ദേശിക്കുന്നത് ഇനിഷ്യൽ സ്റ്റേറ്റിനെയാണ്, അതായത് ഹീറ്റ് സപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന് മുന്നേ ഉള്ള സ്റ്റേറ്റ്. ആ സമയത്തുള്ള പ്രഷർ എത്രയാണോ ആ വാല്യൂ പ്ലോട്ട് ചെയ്ത് നമുക്ക് സ്റ്റേറ്റ് 1നെ നമുക്കിവിടെ ഒരു പോയിൻ്റായിട്ട് പ്ലോട്ട് ചെയ്യാം. സ്റ്റേറ്റ് 2 എന്ന് പറഞ്ഞാൽ ഹീറ്റ് സപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഉള്ള ആ ഒരു അവസ്ഥ, ആ
സ്റ്റേറ്റിനെയാണ് സ്റ്റേറ്റ് 2 എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് പ്രഷർ ഇൻക്രീസ് ചെയ്യും. ഹീറ്റ് സപ്ലൈ ചെയ്ത് കൊടുക്കപ്പോഴേക്കും ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുകയും അത് കാരണം പ്രഷർ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ആ പ്രഷർ ഇൻക്രീസ് ചെയ്ത ആ പോയിൻ്റാണ് ഈ സ്റ്റേറ്റ് 2 എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് പോയിൻറ്റ്സിനെ ജോയിൻ ചെയ്യുമ്പോഴേക്കും നമുക്ക് ഒരു പ്രോസസ്സ്, ആ ഒരു വെർട്ടിക്കൽ ലൈനായിട്ട് ആ പ്രോസസ്സിനെ നമുക്കിങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ വോളിയം കോൺസ്റ്റൻ്റ് ആണ്. V=C എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വോളിയം കോൺസ്റ്റൻ്റ് ആണ്, കാരണം ഇവിടെ വോളിയത്തിന് ഒരു ചേഞ്ച് വരുന്നില്ല. അതുകൊണ്ടാണ് ആ പോയിൻറ്റ്സ് പ്ലോട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ വെർട്ടിക്കൽ ലൈനായിട്ട് വരുന്നത്. രണ്ട് സ്റ്റേറ്റിൻ്റെ വോളിയം താഴേക്ക് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ സെയിം വോളിയം തന്നെ വരും. അപ്പോൾ അതായത് വോളിയം കോൺസ്റ്റൻ്റ് ആണ്. പക്ഷേ പ്രഷർ കൂടുന്നുണ്ട്, പ്രഷർ ചേഞ്ച് വരുന്നുണ്ട്. ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോയപ്പോഴേക്കും പ്രഷർ ഇൻക്രീസ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ PV ഡയഗ്രാമിനെ നമുക്ക് പ്ലോട്ട് ചെയ്യാൻ സാധിക്കും. അപ്പം ഇനി നമുക്ക് പഠിക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ 4 ഫാക്ടേഴ്സിൻ്റെ ഇക്വേഷൻസാണ് നമുക്ക് പഠിക്കേണ്ടത്. ആദ്യം പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ റിലേഷൻഷിപ്പ് നോക്കാം. ഒരു പെർഫെക്റ്റ് ഗ്യാസിന് പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. PV/T എന്ന് പറയുന്ന ആ പെർഫെക്റ്റ് ഗ്യാസിൻ്റെ പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ ഇക്വേഷനുണ്ട്. അപ്പോൾ രണ്ട് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സ്റ്റേറ്റിൻ്റെ പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ അത് ഈക്വൽ ടു രണ്ടാമത്തെ സ്റ്റേറ്റിൻ്റെ പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ ആയിരിക്കും. ഈ ഒരു ഇക്വേഷൻ ഫോമിൽ നമുക്ക് കണക്കൂട്ടിയെടുക്കാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മുടെ ഈ വോളിയം എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആണ്. ഈ ഇക്വേഷനിൽ വോളിയം എന്ന് പറയുന്ന രണ്ട് ടേമും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതിനെ നമുക്ക് ഇഗ്നോർ ചെയ്തിട്ട് ബാക്കിയുള്ള ഇതിനെ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഈ ഇക്വേഷൻ നമുക്ക് റീറൈറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. P1/T1 = P2/T2 എന്ന് നമുക്ക് റീറൈറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ വോളിയം V1ഉം V2ഉം ഈക്വൽ ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനെ ഇഗ്നോർ ചെയ്യുന്നു. ബാക്കി എലമെൻറ്റ്സിനെ നമുക്ക് ഇങ്ങനെ എഴുതാനായിട്ട് സാധിക്കും. P1/T1 = P2/T2. ഇവിടെ എന്താണ് നമ്മൾക്ക് കിട്ടുന്ന ഉപയോഗം എന്തെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു പ്രോബ്ലത്തിൽ ഇനിഷ്യൽ സ്റ്റേറ്റിലുള്ള പ്രഷറും ടെമ്പറേച്ചറും തന്നിട്ടുണ്ട്, ഫൈനൽ സ്റ്റേറ്റിലുള്ള ടെമ്പറേച്ചറും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷനിൽ ആ വാല്യൂസ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഫൈനൽ സ്റ്റേറ്റിലുള്ള പ്രഷറിൻ്റെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മേ ബി ഫൈനൽ സ്റ്റേറ്റിലുള്ള പ്രഷറും ടെമ്പറേച്ചറും തന്നിട്ടുണ്ട്, ഇനിഷ്യൽ സ്റ്റേറ്റിലുള്ള പ്രഷറും തന്നിട്ടുണ്ട് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഇനിഷ്യൽ സ്റ്റേറ്റിലുള്ള ടെമ്പറേച്ചർ എത്രയാണെന്ന് നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയാണ് ഈ ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പം ഈ കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സിൻ്റെ അല്ലെങ്കിൽ ഐസോകോറിക് പ്രോസസ്സിൻ്റെ പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ PV റിലേഷൻഷിപ്പിൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന P1/T1 = P2/T2 എന്നതാണ്. അപ്പോൾ ഇതിവിടെ വരാനായിട്ട് കാര്യം ഈ V1 = V2 ആ സംഭവം ഇഗ്നോർ ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനൊരു ഇക്വേഷനിലോട്ട് വരുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഇക്വേഷൻ കാണാതെ പഠിക്കേണ്ടതായിട്ടില്ല. കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ് ആണെങ്കിൽ ഈ VA അങ്ങ് ഇഗ്നോർ ചെയ്യണം എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇനി അടുത്ത ബാക്കിയുള്ള 3 കാര്യങ്ങൾ. വർക്ക് ഡൺ എന്താണെന്ന് ഞാൻ ഇവിടെ പറഞ്ഞു. ഇവിടെ പിസ്റ്റനെ ലോക്ക് ചെയ്തിരിക്കുകയാണ്, പിസ്റ്റനെ മുകളിലോട്ട് മൂവ് ചെയ്യാനൊക്കത്തില്ല, പിസ്റ്റനെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതായത് ഇവിടെ വർക്ക് ഡൺ എത്രയാണ്? ഇവിടെ വർക്കൊന്നും സംഭവിക്കുന്നില്ല. വർക്ക് ഡൺ ഉണ്ടാവണമെങ്കിൽ, വർക്ക് സംഭവിക്കണമെങ്കിൽ ഈ പിസ്റ്റൻ മുകളിലോട്ട് മൂവ് ചെയ്യണം, എന്നാൽ മാത്രമേ അവിടെ വർക്ക് സംഭവിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. ഇവിടെ പിസ്റ്റൻ ലോക്ക് ചെയ്തതുകൊണ്ട് ഇവിടെ വർക്ക് ഒന്നും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ 0 ആണ്. അതിന് വേറെ ഇക്വേഷൻ ഒന്നുമില്ല. ഇവിടെ വർക്ക് ഡൺ കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ് ആണ് എങ്കിൽ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ 0 ആണ്. അടുത്തത് ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി. ഇൻറ്റേർണൽ എനർജി എത്ര ചേഞ്ച് ആയി? ഞാൻ ഇൻറ്റേർണൽ എനർജി പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു, ഒരു സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രോസസ്സിൻ്റെ ടോട്ടൽ ഇൻറ്റേർണൽ എനർജി എത്രയാണെന്ന് നമുക്ക് കണ്ടെത്തേണ്ട ആവശ്യമില്ല. ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി മാത്രം നമ്മൾ കണ്ടെത്തിയാൽ മതി. തെർമോഡൈനാമിക്സിൽ അതിന് മാത്രമേ റിലവൻസ് ഉള്ളൂ. അപ്പോൾ ഈ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി കണ്ടെത്താനുള്ള സ്റ്റാൻഡേർഡ് ഇക്വേഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇതൊരു സ്റ്റാൻഡേർഡ് ഇക്വേഷനാണ്, നമുക്ക് ഡെറിവേഷൻ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ΔU എന്ന് പറഞ്ഞാൽ ഇൻറ്റേർണൽ എനർജി, ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജിയാണ് ΔU എന്നുകൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. =mCV × T2 - T1. ഈ M എന്ന് പറഞ്ഞാൽ M കിലോഗ്രാം മാസ്, ഗ്യാസിൻ്റെ മാസ് എത്രയാണെന്നാണ് M. CV എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഹീറ്റഡ് കോൺസ്റ്റൻറ്റ് വോളിയം, അതാണ് CV കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ T2 - T1. ഈ T2 എന്ന് പറഞ്ഞാൽ ഫൈനൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ സ്റ്റേറ്റ് 2ൻ്റെ ടെമ്പറേച്ചർ, T1 എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ ടെമ്പറേച്ചർ. അപ്പോൾ ഈ ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി എത്രയാണെന്ന് കിട്ടും. ഇനി അടുത്തത് ഹീറ്റ് സപ്ലൈഡ്. നമ്മളിവിടെ ശ്രദ്ധിക്കുക, നമ്മളിവിടെ ഹീറ്റ് സപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ സപ്ലൈ ചെയ്ത് കൊടുക്കുന്ന ഹീറ്റ് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്? സാധാരണ ഹീറ്റ് സപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ 2 കാര്യങ്ങൾക്കാണ് ആ ഹീറ്റ് ഉപയോഗിക്കുന്നത്. ഒന്ന് വർക്ക് ചെയ്യാനായിട്ട്, ഈ പിസ്റ്റന് മുകളിലോട്ട് പുഷ് ചെയ്യാനായിട്ട്, അപ്പം വർക്ക് ചെയ്യാനായിട്ട് അത് യൂസ് ചെയ്യും. പിന്നെ ബാക്കിയുള്ള ഹീറ്റ് എനർജി ഇതിൻ്റെ അകത്ത് ഈ ഗ്യാസിൻ്റെ ഇൻറ്റേർണൽ എനർജി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. അപ്പം സപ്ലൈ ചെയ്ത് കൊടുക്കുന്ന ഹീറ്റ് 2 കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് വർക്ക് ചെയ്യാനും, രണ്ടാമത്തത് ഈ ഇൻറ്റേർണൽ എനർജി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി, ഗ്യാസിൻ്റെ ഇൻറ്റേർണൽ എനർജി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി. പക്ഷേ ഈ സിറ്റുവേഷനിലാണെങ്കിൽ ഇവിടെ വർക്ക് ഡൺ 0 ആണ്, ഒരു വർക്ക് ഇവിടെ ചെയ്യുന്നില്ല. അതായത് കൊടുക്കുന്ന ഹീറ്റ്, ഈ ഹീറ്റ് സപ്ലൈ ചെയ്ത് കൊടുക്കുന്ന ഹീറ്റ് മുഴുവൻ അത് ഇൻറ്റേർണൽ എനർജി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ആ ലോജിക്കാണ് ഇതാ ഇവിടെ കൊടുത്തിട്ടുള്ളത്. Q = W + ΔU എന്നുള്ളത് സ്റ്റാൻഡേർഡ് ഇക്വേഷനാണ്. ഹീറ്റ് സപ്ലൈഡ് എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ പ്ലസ് ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി, അത് സ്റ്റാൻഡേർഡ് ഇക്വേഷനാണ്. ഇവിടെ വർക്ക് ഡൺ എന്നുള്ളത് 0 ആണ്. നമ്മളിവിടെ കണ്ടു, വർക്ക് ഡൺ എന്നുള്ളത് 0 ആണ്. അതായത് നമുക്ക് ഈ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ റിലേറ്റ് ചെയ്യാം.
ഹീറ്റ് സപ്ലൈഡ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി. അതായത് ഹീറ്റ് സപ്ലൈ എത്രയാണോ ഹീറ്റ് സപ്ലൈഡ് അത് ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജിക്ക് തുല്യമാണ്. ഈ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി എത്രയാണ് നമ്മളിവിടെ ഇക്വേഷനിൽ കണ്ടു. ആ ഇക്വേഷൻ തന്നെയാണ് ഇവിടെ ഹീറ്റ് സപ്ലൈഡ് എന്ന് പറഞ്ഞ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത്. ഹീറ്റ് സപ്ലൈഡ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി എത്രയാണോ അത് തന്നെയാണ് ഹീറ്റ് സപ്ലൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഹീറ്റ് സപ്ലൈഡ് എത്രയാണെന്ന് ചോദിച്ചാൽ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി കണ്ടെത്തിയാൽ മതി. അത് തന്നെയാണ് സപ്ലൈ ചെയ്ത് കൊടുത്ത ഹീറ്റ്. അപ്പോൾ ഈ ഒരു ഇക്വേഷനും കൂടെ മനസ്സിലാക്കി വയ്ക്കുക. ഇതും കാണാതെ പഠിക്കേണ്ടതായിട്ടില്ല. ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജിയുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷനാണിത്. ഇതേ ഇക്വേഷൻ തന്നെയാണ് ഹീറ്റ് സപ്ലൈഡിനും നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതാണ് കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി ഇതേപോലത്തെ തന്നെ കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം. അതിനെ ഐസോബാറിക് പ്രോസസ്സ് എന്നും പറയും. കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സിനെ ഐസോബാറിക് പ്രോസസ്സ് എന്നും പറയും. ഇവിടെ അതിൻ്റെ അറേഞ്ച്മെൻറ്റാണ് ഇതാ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ പിസ്റ്റനെ ലോക്ക് ചെയ്തിട്ടില്ല. പിസ്റ്റൺ മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ പ്രഷർ കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ഇവിടെ വോളിയം കോൺസ്റ്റൻ്റ് ആവണമെന്ന് പറയുന്നില്ല, പ്രഷർ കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ഇവിടെ നമ്മൾ കിലോഗ്രാം ഓഫ് ഗ്യാസ് ആണ് ഇതിൻ്റെ അകത്ത് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഹീറ്റ് സപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഹീറ്റ് സപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇതിൻ്റെ അകത്തുള്ള ഗ്യാസിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. അതായത് ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യും. എക്സ്പാൻഡ് ചെയ്യുന്നതോടെ ഈ പിസ്റ്റനെ മുകളിലോട്ട് പുഷ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ പിസ്റ്റൺ മുകളിലോട്ട് മൂവ് ചെയ്യുകയും ചെയ്യും. അതുകൂടാതെ തന്നെ ഈ ഗ്യാസിൻ്റെ ടെമ്പറേച്ചർ അതായത് ഇൻറ്റേർണൽ എനർജി ഇൻക്രീസ് ആവുകയും ചെയ്യും. അപ്പോൾ ഇവിടെ സപ്ലൈ ചെയ്ത് കൊടുക്കുന്ന ഹീറ്റ് എനർജി രണ്ട് കാര്യത്തിനാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് പിസ്റ്റണെ മുകളിലോട്ട് പുഷ് ചെയ്യാൻ, അതായത് വർക്ക് ഡൗൺ ചെയ്യാനും, പിന്നെ ഈ ഗ്യാസിൻ്റെ ഇൻറ്റേർണൽ എനർജി ഇൻക്രീസ് ചെയ്യാനും. ഈ രണ്ട് കേസിനുമാണ് ഈ സപ്ലൈ ചെയ്ത് കൊടുക്കുന്ന ഹീറ്റ് എനർജി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സാണ്. ഇവിടെ വോളിയം ചേഞ്ച് ആവുന്നുണ്ട്. പിസ്റ്റൺ മുകളിലോട്ട് മൂവ് ചെയ്യുന്നതോറും ഈ വോളിയം ഇൻക്രീസ് ആവുന്നുണ്ട്. പക്ഷേ പ്രഷർ കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കും. കാരണം ഇതിൻ്റെ അകത്ത് ചൂട് കൂടുന്നതോടെ എക്സ്പാൻഡ് ആവും. എക്സ്പാൻഷൻ നടക്കുന്ന അതിന് ആ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് പിസ്റ്റനെ മുകളിലോട്ട് പുഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രഷർ കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ PV ഡയഗ്രാമത്തിലോട്ട് പ്ലോട്ട് ചെയ്താൽ അതൊരു ഹൊറിസോണ്ടൽ ലൈനായിട്ടായിരിക്കും കിട്ടുന്നത്. ഹൊറിസോണ്ടൽ ലൈനെ സ്റ്റേറ്റ് 1 സ്റ്റേറ്റ് 2 ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ രണ്ട് സ്റ്റേറ്റിലും പ്രഷർ കോൺസ്റ്റൻ്റ് ആണ്. രണ്ട് സ്റ്റേറ്റിനെയും ഈ Y ആക്സിസിലോട്ട് പ്ലോട്ട് ചെയ്താൽ സെയിം പ്രഷർ തന്നെ കിട്ടും. പക്ഷേ അതേസമയം വോളിയം ഇവിടെ ചേഞ്ച് വരുന്നുണ്ട്. ഈ പിസ്റ്റൺ താഴെ നിന്ന് മുകളിലോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതായത് വോളിയം ഇൻക്രീസ് ആവുന്നുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ ഈ കൊടുത്തിട്ടുള്ള വോളിയം VI എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ സ്റ്റേറ്റ് ആണ്. VF എന്ന് പറഞ്ഞാൽ ഫൈനൽ കണ്ടീഷനാണ്. അപ്പോൾ VIയിൽ നിന്ന് VFയിലോട്ട്, അതായത് വോളിയം ഇവിടെ ഇൻക്രീസ് ആയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളിവിടെ പ്ലോട്ട് ചെയ്യുമ്പോഴേക്കും ഇങ്ങനെ ഒരു ഹൊറിസോണ്ടൽ ലൈനായിട്ടായിരിക്കും കിട്ടുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ പ്രഷറാണ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇതാണ് ഐസോബാറിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ആദ്യം നമുക്ക് ഇതിൻ്റെ PVT റിലേഷൻഷിപ്പ്, പ്രഷർ വോളിയം ടെമ്പറേച്ചർ റിലേഷൻഷിപ്പ് നോക്കാം. അതിൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ പ്രഷർ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ് നമ്മൾ പറഞ്ഞു. ഇവിടെ P1 = P2 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ രണ്ട് ടേംസിനെ അങ്ങ് ഇഗ്നോർ ചെയ്യാം. അപ്പോൾ ബാക്കിയുള്ള ടേംസിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. V1/T1 = V2/T2 എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ഈ ഇക്വേഷനാണ് പ്രഷർ വോളിയം ടെമ്പറേച്ചർ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സിൻ്റെ പ്രഷർ വോളിയം ടെമ്പറേച്ചർ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇക്വേഷനാണ് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. V1/T1 = V2/T2 എന്നുള്ളത്. അപ്പോൾ ഇതും കാണാതെ പഠിക്കാൻ നോക്കാം. ഇതും സത്യം പറഞ്ഞാൽ കാണാതെ പഠിക്കേണ്ട. ഇവിടെ പ്രഷർ കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ടേംസിനെ ഇഗ്നോർ ചെയ്ത് ബാക്കി ടേംസിനെ ജസ്റ്റ് ഇക്വേഷനാക്കി എഴുതി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സിൻ്റെ PVT റിലേഷൻഷിപ്പ് ഇക്വേഷൻ. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ പഠിക്കാം. വർക്ക് ഡൺ എത്രയാണെന്ന്. ഇത് വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ കാണുന്നത് പഠിക്കുക. ഡെറിവേഷൻ നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഈ ഫൈനൽ ഇക്വേഷൻ മാത്രം പഠിക്കുക. വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ആക്ച്വലി പ്രഷർ, എത്ര പ്രഷറാണോ ഇവിടെ വന്നത് അത് മൾട്ടിപ്ലൈഡ് ബൈ ചേഞ്ച് ഇൻ വോളിയം. ആ ചേഞ്ച് ഇൻ വോളിയം മൾട്ടിപ്ലൈഡ് ബൈ പ്രഷർ എത്രയാണോ അത് ചെയ്ത് അതിൻ്റെ പ്രോഡക്റ്റ് എടുക്കുമ്പോഴേക്കും നമുക്ക് വർക്ക് ഡൺ എത്രയാണെന്ന് കിട്ടും. ഇവിടെ ചേഞ്ച് ഇൻ വോളിയമാണ് V2 - V1 എന്ന് കൊടുത്തിരിക്കുന്നത്. V2 എന്ന് പറഞ്ഞാൽ ഫൈനൽ സ്റ്റേറ്റിലെ വോളിയം, V1 എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ സ്റ്റേറ്റിലെ വോളിയം. ഇതിൻ്റെ രണ്ടിൻ്റെ ഡിഫറൻസ് എടുക്കുമ്പോഴേക്കും ചേഞ്ച് ഇൻ വോളിയം കിട്ടും. അതിന് പ്രഷർ, ഇത് പ്രഷർ കോൺസ്റ്റൻ്റ് ആണ്, ആ പ്രഷറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേക്കും വർക്ക് ഡൺ എത്രയാണെന്ന് കിട്ടും. അപ്പോൾ കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സിൻ്റെ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ P × V2 - V1 ആണ്. ഇക്വേഷൻ കാണാതെ പഠിക്കണം. പിന്നെ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റാൻഡേർഡ് ഇക്വേഷനാണ്. കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സിൻ്റെ സെയിം ഇക്വേഷൻ തന്നെയാണ് ഇവിടെയും ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജിയുടെ ഇക്വേഷൻ mCV × T2 - T1 സെയിം ഇക്വേഷൻ തന്നെയാണ്. അടുത്ത ഹീറ്റ് സപ്ലൈഡ്. ഹീറ്റ് സപ്ലൈഡ് ഞാൻ പറഞ്ഞു, ഹീറ്റ് സപ്ലൈ ചെയ്ത് കൊടുക്കുന്ന രണ്ട് കാര്യങ്ങൾക്കാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് വർക്ക് ഡൺ ചെയ്യാനും പിന്നെ ഇൻറ്റേർണൽ എനർജി ഇൻക്രീസ് ചെയ്യാനും വേണ്ടിയും. അപ്പോൾ ഇവിടെ ഇത് രണ്ടും നടക്കുന്നുണ്ട്. ഇവിടെ വർക്ക് ഡൺ 0 അല്ല, വർക്ക് ഡൺ ഇവിടെ നടക്കുന്നുണ്ട്. കാരണം പിസ്റ്റനെ മുകളിലോട്ട് പുഷ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഈ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ റിലേറ്റ് ചെയ്യാം. ഈ Q = W + ΔU ആണ് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. ഇവിടെ W എന്ന് പറഞ്ഞാൽ P × V2 - V1. അപ്പോൾ അത് നമ്മൾ ഇവിടെ എടുത്ത് എഴുതി. ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് നമ്മൾ ഇവിടെ എടുത്ത് എഴുതി. ഇതിനെ സോൾവ് ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ ആയിരിക്കും കിട്ടുന്നത്. ഇതൊരു ഡെറിവേഷൻ ഉണ്ട്, നമുക്കത് പഠിക്കേണ്ട. നമ്മൾ ഈ ഫൈനൽ ഇക്വേഷൻ എന്താണെന്ന് മാത്രം പഠിച്ചാൽ മതി. mCp × T2 - T1 അതാണ്
ഈ ഹീറ്റ് സപ്ലൈഡ് കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സിൻ്റെ ഹീറ്റ് സപ്ലൈഡ് എന്ന് പറയുന്നത്. ഇവിടെ MCV ആണ് കൊടുത്തിട്ടുള്ളത്, ചേഞ്ച് ഇൻ ഇൻ്റർണൽ എനർജി എന്ന് പറഞ്ഞാൽ MCV ആണ്. പക്ഷേ ഇവിടെ വരുന്ന വ്യത്യാസം എന്തെന്ന് പറഞ്ഞാൽ MCP ആണ്, സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. ആ MCP ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പം ഇതാണ് ഹീറ്റ് സപ്ലൈഡ് എന്നതിൻ്റെ ഇക്വേഷൻ, MCP × T2 - T1. ഈ ഇക്വേഷനും കൂടെ കാണാതെ പഠിക്കുക. അപ്പോൾ ഇത് രണ്ടുമാണ് കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സും കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സും. ബാക്കി രണ്ട് പ്രോസസ്സ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.